നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സോ അവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? പൈസ ഉണ്ടെങ്കിൽ ശരീരം വരെ കിട്ടും എന്നുള്ള തരത്തിലുള്ള മെസ്സേജ് ആണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല ആരോഗ്യത്തോടെ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുവിനെ പറ്റി മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്ന കുറേ ആൾക്കാർക്ക് ഇപ്പം ഇത് കൂടി വന്നിരിക്കുവാണ് ഈ സോഷ്യൽ മീഡിയയിൽ. ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്നേലും പറയുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ പറയുന്നതാണ് കുറേ പുതിയ തലമുറ നന്നാക്കാൻ വന്നിരിക്കുന്ന കുറേ ആൾക്കാർ, നിനക്കൊക്കെ വേറെ പണിയില്ലേ, ഇങ്ങനെയൊക്കെ പലതും ചോദിക്കാറുണ്ട്. ഇതൊക്കെ ചോദിക്കുന്നവരറിയുന്നില്ല ഇവരുടെ വീട്ടിലും ഇനി വരുന്ന തലമുറകളുണ്ടെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറേ പേര് അത് പാവമല്ലേ എങ്ങനെയും ജീവിച്ച് പൊക്കോട്ടെ, രണ്ട് കുഞ്ഞുങ്ങളെന്ന് ഇനി നിങ്ങൾ പറയില്ല. ഒരു കുഞ്ഞിനെ വളർത്താനും ബാക്കി അവരുടെ ഫാമിലിയിലുള്ളവരുടെ ചേട്ടനെയും അവരുടെ കുട്ടികളെയും പിന്നെ അവരുടെ അപ്പനെയും അമ്മയൊക്കെ വളർത്താൻ വേണ്ടിയെന്നേ നിങ്ങൾ ഇനി പറയാവുള്ളൂ. ആ മൂത്ത ഒരു കൊച്ചിനെ സുധിയുടെ ആദ്യത്തെ ഇതിലുള്ള കിച്ചുവിനെ നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കുക. കാര്യം ആ കൊച്ചു പൂർണ്ണമായിട്ട് ഒഴിവായി പോയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് ഒഴിവായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ഈ മാതിരി ഇരിക്കുന്ന, പക്ഷേ ഋതപ്പനുമായിട്ട് ഒരിക്കലും അത് ബന്ധം വിട്ടിട്ടില്ല. അത് ഋതപ്പനെ കാണാൻ വരികയും പോകുകയില്ല. അത് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ കിച്ചുവിൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് പോലും രേണുവിനെ പറ്റി ആരും ഒരു വീഡിയോ ഇട്ടാലോ ഒരു ഫോട്ടോ ഇട്ടാലോ ആരും രേണുവിനെ പറ്റി സംസാരിക്കാറ് പോലും ഇല്ല അതിൻ്റെ അടുത്ത്. കാര്യം അത് അവർക്കെല്ലാം മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് അവർ കിച്ചുവിനോട്. മറ്റേ അങ്ങനെയല്ല, കിച്ചുവിന് ഒരുപാട് കമൻറ്റുകൾ വരുമായിരുന്നു രേണുവിനെ പറ്റി. അമ്മ ചെയ്യുന്ന മോൻ കാണുന്നില്ലേ, മോൻ എന്നെ ഇത് എതിർക്കാത്തത്, ചിലർ വന്നിച്ച് അമ്മയെ മോൻ സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കമൻറ്റുകളായിരുന്നു അതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് രേണുവിന് സൈഡായിട്ട് നിന്നവർക്കൊക്കെ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഓർക്കായിരിക്കും രേണുവിനെ മാത്രമല്ല ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. രേണുവിനെ കൂടുതൽ രേണു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. രേണുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. രേണു തന്നെ പറഞ്ഞല്ലോ, എവിടെ മൂന്നാറോ ഊട്ടിയിലോ അങ്ങോട്ട് വെച്ച് പോയപ്പോഴത്തേക്ക് കുറേ 18 വയസ്സിന് മുകളിലുള്ള കുറേ കുട്ടികൾ രേണുവിന് അടുത്തേക്ക് ഓടി വന്ന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞല്ലോ. ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ രേണു ഈ കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് അവർ നോക്കുമ്പോഴും തന്നെ 10 പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം, വലിയ ചിലവൊന്നുമില്ല. ഒരു ഫോണും ഒരു റൂം അടച്ചിട്ടിരുന്നാൽ എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും. അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരും മുൻകൈ എടുത്ത് തുടങ്ങും. പൈസ കിട്ടുന്നതെന്ന് അറിയുമ്പോൾ അവരും അതിന് തുടങ്ങും. കാര്യം നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആ കോമളോ എന്ന് പറഞ്ഞ് ചേച്ചി വന്ന് കമൻറ്റ് ഇടുന്ന കണ്ടാണ്ടല്ലോ, നമ്മൾ ഓർക്കും ഇവരൊക്കെ സത്യം പറഞ്ഞാൽ കൂടുതലും ഈ പുതിയ തലമുറയുള്ള പിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഈ ഒരു ഫാമിലിയെ പറ്റിയോ അങ്ങനെയുള്ളതിനെ പറ്റി ഒന്നും ചിന്തയില്ല. അവർക്ക് ഇതിന് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെന്നുള്ളൊരു ലേബൽ അവർക്കുണ്ട്. പക്ഷേ ഇവരൊക്കെ വന്ന് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ഇത്രയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കാണുമ്പോഴത്തേക്കുണ്ടല്ലോ മനസ്സിലാകുന്നില്ല. കോമള ചേച്ചി മാത്രമല്ല, അവരെപ്പോലെ തന്നെ കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ വന്നിച്ച് അതും പ്രായമായ ആൾക്കാർ പോലും ഇങ്ങനെ ഓരോരോ സപ്പോർട്ടും കാര്യങ്ങളായിട്ട് വരുന്ന കാണുമ്പോണ്ടല്ലോ സഹതാപമാണ് നിങ്ങളോടൊക്കെ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ ഇല്ലയോ എന്ന്, ഇത് ഒരു മോശമല്ലാത്തൊരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളാരും എന്തുകൊണ്ട് അങ്ങനെ തുടങ്ങുന്നില്ല? നിങ്ങളാരും അങ്ങനെ കാണിക്കുന്നില്ല. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ വന്ന് ഈ സപ്പോർട്ട് ചെയ്യുമ്പം, ഇപ്പം ഞാനിപ്പോൾ രേണുവിൻ്റെ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പം എൻ്റെ മക്കൾ വിചാരിക്കുന്നതെന്നറിയോ, അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ വീട്ടിൽ മുതിർന്നവരെ കണ്ടാണ് ബാക്കി കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുന്നതന്നെ കണ്ടോ, രേണുവിനെ നെഗറ്റീവ് എന്തെങ്കിലും വരുമ്പോഴത്തേക്ക്, രേണു കാണിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവർക്കെതിരെ കമൻറ്റ് ഇട്ട് അവരെ മോശക്കാരാക്കാൻ വരികയും അവരെ വൃത്തികേട് പറയുകയും ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ കമൻറ്റ് എത്രയാളും FB ഈ യൂട്യൂബ് അത്രയും കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരോർക്കും നിങ്ങൾ ആദ്യമേ പറയുന്നൊരു കാര്യമുണ്ട്, രേണുവിൻ്റെ തീട്ടം തിന്ന് ജീവിക്കുന്നു, രേണുവിനെ വിറ്റ് ജീവിക്കുന്നു. ഇതൊക്കെയാണ് നിങ്ങളൊക്കെ പറയുന്ന ഓരോരോ കാരണങ്ങൾ. ഇതൊക്കെ നിങ്ങളൊരു നിമിഷം ചിന്തിച്ച് നോക്ക്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നതെങ്കിലും ലോജിക്കുണ്ടോ എന്ന് നോക്ക്. ഈ റിയാക്ഷൻ ചെയ്യുന്നവരെ എടുത്ത് റിയാക്ട് ചെയ്ത് കുറേ പേരിക്കണം. അപ്പോൾ നിങ്ങളെ പറയണ്ടേ റിയാക്ഷൻ മീഡിയക്കാരുടെ തീട്ടം തിന്ന് ജീവിക്കുന്നവന്മാരെന്നും അല്ലെങ്കിൽ ജീവിക്കുന്നവന്മാരെന്നും പറയണ്ടേ? നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്ന പരിപാടി എന്നു വെച്ചാൽ രേണുവിൻ്റെ തീട്ടവും തിന്നുന്നു, റിയാക്ഷൻ മീഡിയക്കാരുടെ തീട്ടവും തിന്നുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് ഇതുപോലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരും അതിൽ പറയുന്നത്. ഇത്രയും കിടന്ന് ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഇങ്ങനത്തെ ഭാഷകൾ കഴിവത് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല, നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പൊക്കോ. അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾക്കിത് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പൊക്കോ. പുതിയ തലമുറയിലുള്ള കുഞ്ഞുങ്ങളെ നന്നാക്കാൻ ഇറങ്ങിക്കുന്നതെന്ന് പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലും ഇല്ലേ പുതിയ തലമുറയിലുള്ള കുട്ടികൾ? ആ കുഞ്ഞുങ്ങൾ ആരെങ്കിലും പെൺകുട്ടികളില്ലാത്ത വീടൊന്നും കാണുകയല്ലോ. എത്രയാണെങ്കിലും ആരുടെങ്കിലും കൊച്ചുമക്കൾ കാണാതിരിക്കത്തില്ല. അവർക്ക് ആ കൊച്ചുങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അഭിമാനത്തോടു കൂടി ഇറങ്ങി നടക്കുമോ പുറത്തോട്ട്? ഞാൻ അഭിമാനിക്കുന്ന എൻ്റെ കൊച്ചുമോൾ ഇങ്ങനൊരു സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് ഇത് തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞാനതിലേക്ക് ഇറങ്ങുന്നു, എനിക്കത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുമോ? ഈ ന്യായീകരിക്കാൻ വരുന്നവരാണ് ഈ ചോദിക്കുന്നത്. ഈ രേണുവിനെ എടുത്ത് പറയുന്നത് വെച്ചാൽ അവരൊരു സെലിബ്രിറ്റിയാണ്. ആ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള അവരെ ഇങ്ങനെ മൂട് താങ്ങി കുറേ ഓൺലൈൻ ചാനലുകാരൊപ്പമുണ്ട്. അവരാണ് ഇവരെ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീതു ഒരു വീഡിയോ ഇട്ടത് ഞാൻ കണ്ടു. ശ്രീതു പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് കാര്യങ്ങളാണ് ശ്രീതു പറഞ്ഞേക്കുന്നത്.
അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശ്രീധുവിൻ്റെ മിക്ക വീഡിയോസും കാണാറുണ്ട്. ശ്രീധു രേണുവിനെ സപ്പോർട്ട് ചെയ്തും വീഡിയോ ഇടാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ കഴിഞ്ഞ ദിവസം ശ്രീധു ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ശ്രീധു പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. അത് കണ്ടപ്പോഴത്തേക്ക് രേണുവിൻ്റെ കൂട്ടുകാരി അല്ലാന്ന് പോലും രേണു ഒരിക്കൽ പറഞ്ഞ വ്യക്തിയാണ് ശ്രീധു. പക്ഷേങ്കിൽ ശ്രീധുവും സജിനിയും എല്ലാം രേണുവിൻ്റെ കൂട്ടുകാരിയാണെന്നുള്ളത് ഈ ഓഡിയൻസിന് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. രേണുവിനെതിരെ ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്കാണ് ശ്രീധു രേണുവിൻ്റെ കൂട്ടുകാരി അല്ലാതായി തീർന്നത്. ആ ശ്രീധു ഇത്രയും സത്യസന്ധമായിട്ടുള്ള രീതിക്കാണ് ശ്രീധു പറഞ്ഞേക്കുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ശ്രീധുവിനും ഉണ്ട് കുട്ടികൾ, അതുകൊണ്ടാണ് ശ്രീധു അതിനെ എതിർത്തത്. ഞാൻ രേണുവിനെ നേരത്തെ എതിർക്കുന്ന ഒരു വ്യക്തിയെ അല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അവർ അഭിനയിക്കുന്ന കാര്യങ്ങൾക്ക് അഭിനയിക്കാൻ എല്ലാവരും ഒന്നും എല്ലാം തികഞ്ഞവരില്ല ഈ ലോകത്ത്. അവർ ആ സമയത്ത് അഭിനയം പഠിച്ചു, അതിനേക്കാൾ ഒരുപാട് മാറ്റം വന്നു അവർ അഭിനയം. ഇപ്പം നമ്മൾ പഴയ ഓരോ വീഡിയോസ് ഇപ്പോഴത്തെ ഒരു വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം രേണുവിൻ്റെ മുഖത്ത് വരുന്ന പാവമാറ്റങ്ങളെല്ലാം ഒത്തിരി മാറ്റം വന്നു അവർ അഭിനയ കാര്യങ്ങളെല്ലാം. അവരങ്ങനെ ചെയ്ത് നടക്കുന്നതിന് ഇന്ന് വരെ അവർ അഭിനയിക്കുന്നതിന് ഒരു മോശം അഭിപ്രായം പറയാൻ ഞാൻ നിന്നിട്ടില്ല. പിന്നെ അവർ കളിക്കുന്ന ഡാൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ അതൊരു ഡാൻസായിട്ടല്ല ചിലപ്പോൾ കിടന്ന് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അഭിനയിക്കുകയും എടുക്കുകയും ചെയ്ത് നല്ല രീതിക്ക് അവർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ ആദ്യം ഇവർ നെഗറ്റീവ് പറഞ്ഞൊരു പോലും ഇപ്പോൾ പോസിറ്റീവ് പറഞ്ഞില്ല. കാര്യം ഇവർ വീണ്ടും ഇങ്ങനെ അധപ്പതിക്കുന്ന കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു നല്ലൊരു കലാകാരൻ്റെ ഭാര്യയായിരുന്നു എന്നൊരു ലേബൽ വെച്ചാണ് ഇവർ ഇതിലേക്ക് വന്നത്. കലാകാരന്മാരെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു സ്വത്തെന്നാണ് പറയുന്നത്. കാര്യം അവർ ഉയർത്തിക്കൊണ്ട് വരുന്നതാണ് ഈ കലാകാരന്മാരെ. എന്നാൽ രേണുവിൻ്റെ പുതിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും രേണുവിനറിയാം, രേണു അതിനകത്തിരുന്ന വീഡിയോ പുറത്ത് പോകുമെന്നറിയാം. അത് പുറത്ത് പോകാൻ വേണ്ടി തന്നെയാണ് രേണു അത് കാണിക്കുന്നത്. ആ ഒരു കാര്യം കണ്ടതിന് ശേഷം വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാവേ. രേണു തന്നെ അന്നാരാജൻ്റെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, അവരുടെ പെയ്ഡ് സബ് കയറി കണ്ടിട്ടില്ല. ഞാൻ ഇവരെ ആരെയും സബ് ചെയ്തിട്ടില്ല, എനിക്കതിന് അതേസമയം രേണു നല്ല രീതിക്കാണ് ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തായിരുന്നേ, നല്ല രീതിക്കായിരുന്നു മുന്നോട്ട് പോയിരുന്നെങ്കിൽ. പക്ഷേ ഈ മാതിരി തോന്നിവാസങ്ങൾ കാണാനായിട്ട് അത് സബ് ചെയ്യേണ്ട കാര്യമില്ല. രേണു അന്നാരാജൻ്റെ ഇതിനകത്ത് അന്നാരാജൻ പറയുന്നുണ്ട്, അന്നാരാജൻ അല്ലാതെ വൾഗറായിട്ടാണ് ഡ്രസ്സ് ധരിക്കുന്നത് ഇല്ലെന്ന് പറയുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യലാണ്. അവരുടെ ചാനലത്തിൽ ഒരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഏതോ ഒരു മീഡിയക്കാരോട് പറയുന്നുണ്ട്, കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് കാണിക്കുന്നത്, അതിനകത്തോട്ട് അല്ലാത്തൊരു രീതി കാണാനായിട്ട് ആരും വരണമെന്നില്ല എന്നവർ പറയുന്നുണ്ട്. അല്ലാത്ത സമയത്ത് അവർ ഡ്രസ്സിങ് ഒക്കെ വളരെ മോശമാണ് അവർ ഇട്ടുണ്ടാക്കുന്നത്, വൾഗറായിട്ടാണ് അവർ നടക്കുന്നത്. പക്ഷേങ്കിൽ അവർ ആ ഒരു പറയുന്നത് കേട്ടപ്പം എല്ലാവരും ഓർത്ത് പെയ്ഡ് എന്ന് പറയുമ്പോൾ ഇവരിങ്ങനെയൊക്കെ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന കൂടെ ആയതുകൊണ്ട് അതിനകത്ത് അതിൽക്ക് മേലെ കാണാമെന്നോർത്ത് എല്ലാവരും കൂടെ ചെന്നാണ്. പക്ഷേ അവിടെ ഒരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല, അവർ തന്നെ പുറത്ത് പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ പുറത്ത് വേറെ ആരും അവരുടെ ഒരു വീഡിയോ എടുത്തിട്ടും കണ്ടിട്ടില്ല. നമുക്ക് രേണു പറയുന്ന കാര്യം തന്നെ കേൾക്കാം. ലൈവിൻ്റെ കാര്യം തന്നെയാണ് രേണു പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ ലൈവ് വന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും പെയ്ഡിനകത്ത് വന്ന് ആൾക്കാരോട് പറയുവാണ്, ആരും പോകരുതല്ലോ, പോകാതെ അവരെ സംരക്ഷിച്ച് നിർത്തണമല്ലോ. സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല ആരോഗ്യത്തോടും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഞാൻ ലൈവിൽ വരാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, വരുന്നതായിരിക്കും. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ ലൈവ് ലീക്കാക്കുന്ന കുറച്ച് പേര് ഇതിനകത്തുണ്ട്. എനിക്കതൊന്നും ഇല്ല. എനിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ലൈവിൽ വരും. സോ ലവ് യു. ഇതിനകത്തിരുന്ന വീഡിയോ ലീക്ക് ആകുന്നതിന് അവർക്ക് കുഴപ്പമില്ല എന്ന് അവർ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഇതിനകത്തിരുന്ന വീഡിയോ ലീക്കാവും എന്ന് എനിക്കറിയാം, ലീക്കാക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം, എനിക്കത് കുഴപ്പമില്ല എന്ന്. അവർക്ക് കുഴപ്പമില്ല. പിന്നെ അവർ എന്തിനാണ് കഴിഞ്ഞ ദിവസം വന്നേച്ച് പറഞ്ഞത് നാറികളെന്നും മറ്റേതും മറിച്ചതെന്നൊക്കെ വിളിച്ച് ഇവർ വീഡിയോ ചെയ്തത്? അങ്ങനെ പ്രശ്നമില്ലെങ്കിൽ ഇവർ മിണ്ടാതിരിക്കണമായിരുന്നു. ഇവരിപ്പോഴും വന്നിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇവർ ചെറുതായിട്ട് വീണ്ടും ഓരോന്നും ചെയ്ത് നോക്കുക. ഇനി ഇത് പുറത്ത് പോകുമോ, ഇത് പുറത്ത് വരുമോ, ഞാൻ ഇതിൽ കൂടുതൽ കാണിച്ചാൽ ശരിയാകുമോ എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവർക്കിത് എന്നതാ പറ്റിയേക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇത്രയ്ക്ക് ഇവരുടെ തലക്ക് ഓളം പോയി കിടക്കുന്ന പോലെ ഇവർ കാണിക്കുന്നത് ഇവരെന്നതിനൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഏതൊരു കാര്യം വന്നാലും ന്യായീകരിക്കുകയും ചെയ്യും. അത് ന്യായീകരിക്കാൻ കുറേ ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ. ഈ വരുന്ന ആൾക്കാരുടെ ക്വാളിറ്റിയും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവർക്ക് ക്വാളിറ്റി എന്നാന്ന് നിങ്ങൾക്ക് കാണുമ്പം ഈ പറയുന്ന ആൾക്കാരുടെ ക്വാളിറ്റി എന്നാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നമുക്ക് ഈ കാര്യം ഒന്ന് കേട്ടുവെക്കാം. കഴിഞ്ഞ പ്രാവശ്യം കോഫി കുടിക്കാനായിട്ട് ആണ് വാഴ സിനിമ വെച്ച് ജാസി താരതമ്യപ്പെടുത്തുന്നത് കണ്ടു. ഒരു കോഫി കുടിക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. ആ ഒരു ചാറ്റ് കണ്ടാൽ ഏതൊരു പൊട്ടനും മനസ്സിലാകും അതെന്നതാണ് ചാറ്റ് എന്നുള്ളത്. പിന്നെ അത് അങ്ങനെ അങ്ങ് വെളുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് അതിനേക്കാൾ ഏറെ രേണു നാറി. രേണു അതിനെ എട്ടി പിടിച്ച് പാടി. ഇപ്പം രേണു എവിടെ നിന്നാലും ആൾക്കാർ പറയും ഒരു കോഫി കുടിക്കാൻ പോയതാണ്, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് കുടിക്കാൻ പോയതാണ്, അല്ലെങ്കിൽ എന്നതാ ഒരു ട്രൈബിന് പോയതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർ ഇപ്പം തൂത്ത് വാരിക്കൊണ്ടിരിക്കുവാണ്. ഇത് വേറൊരു സാധനമാണ്. ഈ പുള്ളിക്കാരനെ ഞാൻ വീഡിയോ ഇതിനു മുമ്പ് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയാമല്ലോ ഇങ്ങർക്ക് തൊലിക്കട്ടി എന്ന് പറയുന്ന സാധനമില്ല. കാര്യം പെണ്ണുങ്ങൾ കിടന്ന് കൂത്താടുന്നത് ഒരു വശത്ത്, വേറൊരു വശത്ത് ഇങ്ങേരുടെ കൂത്താട്ടം. ഇതൊക്കെയുള്ള ഈ ഇൻസ്റ്റ നമുക്ക് കയറി കഴിഞ്ഞാൽ ഈ അഭിലാഷ് അട്ടായി എന്ന് പറഞ്ഞാൽ ഒറ്റ ആട്ടം എന്ന് ഇങ്ങനെ പറയാൻ നമുക്ക് പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളി ഇതിനെ ന്യായീകരിക്കുന്നത് പുള്ളിയുടെ ഒരു ലിപ് ലോക്ക് പുറത്തിറങ്ങിയായിരുന്നു, അതിനെ ന്യായീകരിച്ച് കൊണ്ടുവന്ന് വെളുപ്പിച്ചവനാണ് സാധനം. അത് ഞാനൊന്നും പറയുന്നില്ല. അതവൻ പറഞ്ഞു അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. ഇപ്പം ഇതും വന്നേച്ച് പറയുന്നു. ഇത് നമുക്ക് കേട്ടേച്ച് പറയാം. ഒരാൾ ലൈവിൽ വന്നപ്പോൾ ജസ്റ്റ്
ഈ ചുണ്ടും മുറിഞ്ഞേക്കണ കണ്ടോ എന്നൊന്ന് ലൈവിൽ കാണിച്ചു. അത് വലിയ തെറ്റൊന്നുമല്ല. ലൈവ് ചെയ്യുന്നവര് അവരുണ്ടാക്കുന്ന ഫുഡിന്റെ കാര്യം വരെ ലൈവിൽ കാണിക്കാറുണ്ട്. ഈ രേണുസുതി എന്ത് ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ നെഞ്ചത്തേക്ക് എല്ലാവരും കയറുന്നത്? വളരെ മോശമായ ഒരു കാര്യമാണ്. ആ കുട്ടിയുടെ ചുണ്ടൊന്നും ഇതാണ് പുള്ളി ചോദിക്കുന്നത്. ചുണ്ട് മുറിഞ്ഞിട്ട് അതൊന്ന് കാണിക്കുന്നത് തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവൻ അത് തെറ്റല്ല. ചുണ്ട് മുറിയുന്ന കാണിച്ചാലും എന്നാ കാണിച്ചാലും ഇവൻ അതും എടുത്തിട്ട് റീച്ച് ആക്കാൻ നോക്കുന്ന ഒരുത്തനാണ് ഇവൻ എന്നിട്ട് റിയാക്ഷൻ മീഡിയക്കാരെയാണ് ചീത്ത വിളിക്കുന്ന മൊത്തം. അവർ റിയാക്ഷൻ മീഡിയക്കാർ തന്നെയല്ലേ എല്ലാവരും കുറ്റം പറഞ്ഞു എന്ന് പറയും. എല്ലാവരും ഒരേ സ്ഥലത്ത് കുറ്റം പറയണമെങ്കിൽ അതിൽ എന്നേലും ഒരു കുറ്റം ഇല്ലാതിരിക്കുമോ? ഒന്നോ രണ്ടോ പേരോ എടുത്ത് അവരെ ഇങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ വേറെ എന്നേലും അവരോട് ഇഷ്ടക്കേടോ എന്നതേലും ഉള്ളത് കൊണ്ടാണെന്ന് വിചാരിക്കാം. ഒരേ സ്വരത്തിൽ വരുന്നവരും പോകുന്നവരും കമൻറ്റ് ഇടുന്നവരും മൊത്തം പേരും അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ലാതിരിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഇവന് ഈ ഓരോ കാര്യങ്ങൾ കൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഇവന് ബിഗ് ബോസിൽ കയറണം. അതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം കരഞ്ഞ് പറയുന്നത് കേട്ടു എന്നെ എങ്ങനെയും ഒന്ന് ബിഗ് ബോസിലോട്ട് എടുക്കാൻ. ബിഗ് ബോസ് ഒക്കെ ഇത്ര അതപ്പതിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. ഇവനെ പോലുള്ളതിനൊക്കെ അതിനകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനി അറിയാനൊക്കത്തില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്നതൊക്കെയാണ് അതിനകത്ത് കൂടുതലും വരുന്നത് നമുക്ക് പറയാൻ പറ്റും. അത് അതിനകത്ത് വരുന്ന നല്ലതായിട്ട് വരുന്ന കുറേ മനുഷ്യർക്കും കൂടെ ചീത്തപ്പരുണ്ടാക്കാനായിട്ട് ഇങ്ങനെ കുറേ എണ്ണങ്ങളും കൂടെ വരും. പിന്നെ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സെലിബ്രിറ്റി ആയല്ലോ. പിന്നെ ബിഗ് ബോസ് എന്നുള്ള പേര് കൊണ്ട് ഇറങ്ങിക്കിടന്ന് അഴിഞ്ഞാടാവല്ലോ. രേണു കാണിക്കുന്ന പോലെ. രേണു അതിലൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഭയങ്കര സെലിബ്രിറ്റി അങ്ങ് ആയത്. പിന്നെ അതിൻ്റെ പേരും കൂടെ പറഞ്ഞായിരുന്നു കിടന്ന് ഇളകിക്കൊണ്ടിരുന്നത്. രേണുവിൻ്റെ ചുണ്ടൊന്ന് കാണിച്ചത്. നമ്മളൊക്കെ ചുണ്ടൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ ലൈവ് വന്നിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചുണ്ട് പൊട്ടിയെന്നും പണ്ട് നിങ്ങളുടെ ഇങ്ങനെ ഉണ്ടെന്ന് കാണിക്കുവാണ് ചെയ്യേണ്ടത്. അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് വരട്ടണം. അല്ലാതെ നിങ്ങളെ കാണിച്ചത് കൊണ്ട് എന്നെ പറയാനും കിട്ടാനായിട്ടാ. വളരെ മോശമായ ഒരു കാര്യമാണ്. ആ കുട്ടിയുടെ ചുണ്ടൊന്നും മുറിഞ്ഞത് ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോഴത്തേക്കും കുറെ അവന്മാർ എഡിറ്റ് ചെയ്തിട്ട് അവരുടെ റീച്ചിന് വേണ്ടി അവരുടെ റിയാക്ഷൻ വീഡിയോ ഭയങ്കര കത്താൻ വേണ്ടി കൊണ്ടിട്ടിട്ട് കൊടുത്തു. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങളെപ്പോലുള്ള ആളുകളെ കുറെ വീഡിയോ ഇട്ടിട്ട് അവരെ പുറകെയാണല്ലോ നിങ്ങൾ, വേറെ പുറകെയൊന്നും പോകണ്ടേ? എന്ത് മോശമാണ് കാണിക്കുന്നത്. ആ ചുണ്ടൊന്നും മുറിഞ്ഞത് കാണിച്ചതിനാണ് വേറെ വീഡിയോസ് ഇറക്കിയാണല്ലോ. ഞാനത് പറയണില്ല. ഇവൻ ഈ പറയുന്ന കാര്യം രേണു പോലും സമ്മതിക്കുകയില്ല. കാര്യം വെച്ചാൽ അത് എഡിറ്റ് ചെയ്ത് അത് രേണു പോലും സമ്മതിക്കില്ല. കാര്യം രേണുവിനെ അറിയാം അത് ഒറിജിനൽ എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ നിയമപരമായിട്ട് അതിനുള്ള നടപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും എഡിറ്റ് ദേവിൻ്റെ വീഡിയോയ്ക്കകത്ത് പറയുന്ന കേട്ടും ലച്ചു ഒക്കെ കൊണ്ടേ പരാതി കൊടുത്ത് ദേവു എഡിറ്റ് ചെയ്ത് തവനെ വെച്ചെന്ന് ഞാൻ ഏതോ ഒരു ഇതിൻ്റെയൊക്കെ പറഞ്ഞ് രേണുവിനെ വിലങ്ങ് വെച്ചുകൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അന്നേരം ചോദ്യമുണ്ടായി. എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കാര്യം എഡിറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഇറക്കിയാൽ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നാന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിനക്കറിയത്തില്ലായിരിക്കും, നിനക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരിക്കും. നീ ഈ മാങ്ങ പറി കെട്ടിപ്പിടുത്തം പൊക്കിയെടുക്കലും ഇതൊക്കെ ആയിട്ടല്ലേ നീ നടക്കുന്നത്. അപ്പം നിനക്ക് ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി നിനക്ക് ധാരണ കാണത്തില്ല. എഡിറ്റ് ചെയ്ത് ഇറക്കിയിരുന്നു. നാണമുണ്ടോ അഭിലാഷ്? നിങ്ങളൊരു കലാകാരനല്ലേ? നിങ്ങളൊന്നും അല്ലെങ്കിലും കുറച്ചെങ്കിലും മനുഷ്യരൊക്കെ ആയിട്ട് ഇടപഴകിയിട്ടുള്ള ഒരാളല്ലേ? ഈ ഫീൽഡ് എന്നാന്നും ക്യാമറ എന്നാന്നും ഈ എഡിറ്റ് ചെയ്ത് ഇറക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്നാന്നുള്ള നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ടാണോ നിങ്ങൾ ഇതിനെ ന്യായീകരിച്ച് വരുന്നത്? നിങ്ങൾ എന്നിട്ട് ഇതിനെ ഇങ്ങനെ ന്യായീകരിക്കരുത്. നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ മൊത്തം നിങ്ങൾക്ക് തെറിയ പറയുന്നത്, എന്നെ ഒരു നല്ല വാക്കാരെങ്കിലും പറയുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആൾക്കാർ ചീത്ത വിളിക്കാതിരിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട്. അഭിലാഷ് കാണിക്കുന്ന തോന്നിയാസങ്ങൾ വെച്ച് നോക്കിയാൽ ഇത് അതുമായിട്ട് നമുക്ക് സെയിം ആക്കാൻ പറ്റും. അഭിലാഷിനുള്ളതാ, കുട്ടികളും ഭാര്യ എല്ലാം ഉള്ളതാ. അതെല്ലാം കഴിഞ്ഞ ചെറുവിടെ വന്നു ചേർന്ന് ഈ കൂത്താടുന്നത്. പുള്ളി ഏതാണ്ട് വലിയ കാര്യമാണ് ചെയ്യുന്നതെന്ന് ഓർത്താണ് ഒന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രേണു പറഞ്ഞാലേ ഞാൻ മുടി വെട്ടുവോളെന്നും പറഞ്ഞു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. രേണുസുതി കേൾക്കുവാണെങ്കിൽ രേണുസുതി കമന്റ് ഇട്ട അഭിലാഷാട്ടായും ഈ താടിയും മുടിയും വെട്ടു, അല്ലെങ്കിൽ വെട്ടില്ല. രേണുസുതി ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇട്ട അഭിലാഷാട്ടായും ഈ താടിയും മുടിയും വെട്ടും. കമന്റ് ഇടുന്നവരെ ഈ താടി മുടി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് രേണുസുതി വന്നൊരു കമന്റ് തന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ അഭിലാഷാട്ടായും ഈ താടിയും മുടിയും ജീവിതത്തിൽ വെട്ടില്ല. ഇവൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനും ഇതിന് കമന്റ് ഇടാനും രേണു വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അഭിലാഷ് ഏട്ട ആ മുടി അങ്ങ് വെട്ട്, താടി വെട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ വെട്ടുകയല്ല. വാക്കിന് വിലയില്ലാത്തവരാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു ബെൽറ്റിനുള്ളിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ കുറേ എണ്ണങ്ങളുള്ള ജാസി കാര്യങ്ങളൊക്കെ. ജാസി പറയുന്നതിന് ഇപ്പോൾ പറയുന്നില്ല, ജാസി പിന്നെ പറയുന്നത്. അത് പറഞ്ഞിട്ടില്ല എന്ന് തെളിവ് സഹിതം കൊണ്ട് കാണിച്ചാലും ജാസി പറയും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അതാണ് ജാസിയുടെ സ്വഭാവം. എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്തു, അതിൻ്റെ താഴെ രേണു പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെയും വന്ന് ചെയ്തു. ഇവനൊക്കെ അടിച്ച് നനച്ച് കുളിക്കണമെങ്കിൽ ഏതെങ്കിലും മറ്റൊരു പെണ്ണ് പറഞ്ഞാലേ ഇവനൊക്കെ കുളിക്കുകയുള്ളൂ. ഇവരൊക്കെ അടിച്ച് നനച്ച് കുളിച്ചൊന്ന് വൃത്തിക്ക് നടക്കണമെങ്കിൽ വേറൊരാൾ പറയണം. സ്വന്തമായിട്ടൊരിതൊന്നും ഇല്ലേ കുളിച്ച് വൃത്തിയായിട്ട് നടക്കുക എന്നുള്ളത്. ഈ ഒരാളാണ് വന്നിച്ച് സപ്പോർട്ട്. ഇതുപോലെ പലരും ഉണ്ട്. നമുക്ക് ബിഗ് ബോസിലുണ്ടായിരുന്ന വേദലക്ഷ്മി നമുക്കറിയാവുന്നത്. വേദലക്ഷ്മി നമുക്ക് ഒത്തിരി വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഷാനവാസും വേദലക്ഷ്മിയുടെ ഒരു വീഡിയോസൊക്കെ ചെയ്തത് അന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. രേണു കാണിക്കുന്ന കാര്യങ്ങളും ഇവരും ബിഗ് ബോസിലുണ്ടായിരുന്നവരല്ലേ, ഷാനവാസും ഈ വേദലക്ഷ്മിയും. അവർ വീഡിയോ ചെയ്തതും അതൊക്കെ എത്ര മാന്യമായിട്ടാണ് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ. ഒരു ഓൺലൈൻ മീഡിയക്കാരും അതെടുത്ത് ആവശ്യമില്ലാതെ വെളിയിലിടാണ് ഒന്നും പോയില്ല. വീഡിയോ ഇറങ്ങിയപ്പോഴാണ് കൂടുതൽ ആൾക്കാരത് കാണുന്നത്. നല്ല നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. നല്ലൊരു റീലായിരുന്നു, ഒരു വീഡിയോ ആയിരുന്നു. ആൽബം പോലെങ്കിൽ എടുത്തേക്കുന്നതാണ്, നല്ലതായിരുന്നു. അപ്പം ഈ
വേദലക്ഷ്മി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊക്കെ അതൊക്കെ മോശമായിട്ടും ഇതായിട്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ വരുന്ന ഭവിഷ്യത്തുകളും ഇതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ആരും കാണാതെ രേണുവിനെ നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യും. അവർ അഭിനയിക്കുന്ന കാര്യത്തിനും ഒക്കെ സപ്പോർട്ട് ചെയ്യും. അതൊക്കെ നല്ല കാര്യമാണ്. അവർ ഉയർന്നു വരാൻ നല്ലൊരു കാര്യമാണത്. പക്ഷേ ഇങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഈ വേദലക്ഷ്മി പറയും നമുക്ക് കാര്യം ഒന്ന് കേട്ടതിന് ശേഷം പറയാം. നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്റ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, BB കോണ്ടസ്റ്റന്റ് ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് ഇതുപോലെ ഇനി വരുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടുന്നവർക്ക് പരസ്യമായിട്ട് പൊതുജനങ്ങൾ പരസ്യ വിചാരണ നടത്തും. അന്നേരം ഇത് മനസ്സിലാവുള്ളൂ. അന്നേരം പറയുമായിരിക്കും, അയ്യോ പാവത്തിന് ജീവിച്ചു പോകണ്ടായിരുന്നോ, ജീവിക്കണ്ടായോ എന്നും പറഞ്ഞുകൊണ്ട്. അന്നേരം കുറേ ആൾക്കാർ വരും അതിനെ സപ്പോർട്ട് ചെയ്ത്. നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ദോഷമായിട്ട് വരുന്ന ഏത് കാര്യങ്ങൾ കണ്ടാലും അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണത്. അതിനെ വളം വെക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മോശമായിട്ടുള്ളൊരു കാര്യം. ഇതിപ്പോൾ പറയും, ഇതിനെ പോസിറ്റീവായിട്ട് പറയുന്നവരെയാണ് മോശമെന്ന് പറയുന്നത്. നെഗറ്റീവ് നമ്മൾ വിചാരിക്കുന്ന നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ പറയുന്ന രീതിക്കല്ല ഇവരെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ. നമ്മൾ പറയുന്ന ഒന്ന് ഇവർ റിയാക്ട് ചെയ്യുന്ന വേറൊന്ന്, അങ്ങനെ പലരും കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോർ, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായികമാർ പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യണേഴ്സ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണം തന്നെയാണ് ഇവർ ഉദ്ദേശം, അല്ലാതെ വേറെ ഒന്നുമില്ല. പണം ഉണ്ടാക്കുക, അതിലൂടെ എളുപ്പം പണം ഉണ്ടാക്കുക. അവർ കുറച്ച് നേരം എന്നതെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്താൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിച്ചു കൊടുത്താൽ അത് കാണാൻ ഒരുപാട് ആൾക്കാർ അതിലേക്ക് വരും. ആ പൈസ അവർക്ക് കിട്ടും, ആ പണം ഉണ്ടാക്കുക. പക്ഷേങ്കിൽ ആ പണം തരുന്നവർക്ക് നാണക്കേടും കാര്യങ്ങളും ഒന്നുമില്ല. അവരുടെ മുഖങ്ങളൊന്നും ആരും കാണുന്നില്ല. നിങ്ങളെ പേടി ചെയ്തേക്കുന്ന ആരാന്നും ആരും അറിയുന്നില്ല. ചിലപ്പം ഒരു വീട്ടിലുള്ളവർ പോലും അറിയത്തില്ലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ വീട്ടിലുള്ള ഒരാളും അത് പേടി ചെയ്തിട്ടുള്ളത് അങ്ങനെയായിരിക്കും പലയിടത്തും കണ്ടത്. പക്ഷേങ്കിൽ നിങ്ങളെയോ ഈ പേടി ചെയ്തവർ മൊത്തം കാണുവാണ് ചെയ്യുന്നത്. ഈ പേടി ചെയ്തൊരു മൊത്തം നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ആ റൂമിലിരുന്ന് അത്രയും നേരം കാണിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഓ ആരും അറിയുന്നില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒപ്പം തന്നെ ഈ വീഡിയോകൾ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം കിടന്ന് കൈയും കാലും ഇട്ടടിച്ച് അത് ഞാനല്ല, നാറികൾ അമ്മമാരെന്തിനും ഇങ്ങനെ കാണിച്ചു, എൻ്റെ പേടിനകത്ത് ആരോ പറയുന്നത് കേട്ട് അവർ പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യമാണ് പെയ്ഡ്. പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അവർക്ക് ആരെങ്കിലുമായിട്ട് ഇഷ്ടമുണ്ടല്ലോ, അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമായിട്ട് കാണുന്ന രീതി ഇടണം. അല്ലാതെ ഈ പെയ്ഡ് ചെയ്തിനകത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, അത്രയും പേര് കാണുന്നതാണോ പേഴ്സണലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്? ചിലർ പറയുന്നതാണ് അവർ പെയ്ഡിനകത്തിരുന്ന വീഡിയോ അല്ലേ, അല്ലെങ്കിൽ പെയ്ഡ് അതിനകത്ത് നിങ്ങൾ ചിന്തിക്കുക എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾ അതിരുന്ന് കാണുന്നുണ്ടെന്ന് ചിന്തിക്കുക. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ തന്നെ നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സുള്ള കുട്ടികൾ കാണുന്നുണ്ടെന്നുള്ളത് നമുക്കതിനകത്ത് അറിയാൻ പറ്റും. ഞാനിടുന്ന ഈ വീഡിയോയ്ക്ക് അത് ഞാൻ മിക്കപ്പോഴും കയറി നോക്കാറുണ്ട്. അതിനകത്ത് ഒരു 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് കൂടുതലും കാണുന്നത്. അത് കഴിഞ്ഞൊരു 35 വയസ്സിനും ഒരു 45 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഈ ഒരു ഏജിനിടയ്ക്കുള്ളവരാണ്. 35 എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു 30 മുതലൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. 30 വയസ്സ് മുതലുള്ള ആൾക്കാർ അങ്ങനെ നമുക്കറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിനകത്ത് കയറി നോക്കി നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഇത് കാണുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളുടെയും കയ്യിൽ ഫോണുണ്ട്. അവരിതൊക്കെ എടുത്ത് കാണുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് വെള്ളി നക്ഷത്രം അങ്ങനെയുള്ള ഈ ഫോണൊക്കെ ഇത്രയും ഉപയോഗമൊക്കെ വരുന്നതൊക്കെ മുന്നേ അന്നൊക്കെ ഇങ്ങനെ മൊബൈൽ ഫോണൊന്നും ഇല്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊന്നും മൊബൈൽ ഫോണൊന്നും ലാൻഡ് ഫോണാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വരുത്തുന്നവരുണ്ട്, വെള്ളി നക്ഷത്രം വരുത്തുന്നവരുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ നാനയുടെ നടുക്ക് പേജിൽ ഒരു മോശം, അത് മിക്കപ്പോഴും ഈ സിൽക്ക് സ്മിതയുടെ ഫോട്ടോ ആയിരിക്കും കാണുന്നത്. അവർ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണും. അത് കൊണ്ടുവരുന്നതേ അത് വലിച്ചു കീറി എടുത്ത് കളയും.
വീട്ടിലുള്ളവരത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ നാന വരുത്തുമായിരുന്നു. അതിൻ്റെ നടുക്കത്ത് ഇത് എൻ്റെ ആളമാരാണ് കണ്ടു കഴിഞ്ഞാൽ ചുട്ടുകൂട്ടി അതിൻ്റെ കളയുവാണ് ചെയ്യുന്നത്. അല്ലെ അമ്മയാണ് കണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ അന്ന് ഈ കാണുന്നവർക്കൊരു ഭയമുണ്ട്, അയ്യോ ഇതാരും കാണുമോ ഞാൻ കാണുന്നത് മോശമാണല്ലോ എന്നൊരു ചിന്തയോട് കൂടിയാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇവരിത് കാണുന്ന എടുക്കുന്നതും ആരും അറിയുന്നില്ല. അവരതിലേക്ക് അങ്ങ് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റീറെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എന്നെത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത് ഇതിനൊരു എൻഡിലെത്തിക്കണം. കാരണം ഇപ്പോൾ നമ്മളിതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. നാളെ കാലത്ത് നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും ഇത് വന്നാലും ഇതുപോലൊരു ചതിയിൽ അവർ ചെന്ന് പെട്ടാലും നമ്മൾ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും. ഇവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ റിയാക്ഷൻ മീഡിയക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റിയാക്ഷൻ മീഡിയക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ആർക്കും മനസ്സിലാകുകയില്ല. എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് പറയുന്നത് എന്നാണെന്നറിയാമോ, അവരിടുന്ന പോലെ ഡ്രസ്സ് ഇടാൻ മേലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ റിയാക്ട് ചെയ്യുന്നതെന്നാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന പെണ്ണുങ്ങളെ പറയുന്നത്. ആണുങ്ങളെ പറയുന്നതിന് നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങൾക്കും ഇത് പറ്റുന്നില്ല, അതിൻ്റെ സങ്കടമാണ് നിനക്ക്. ഇതാണ് ആണുങ്ങളെ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഏറ്റവും താഴ്ന്ന വലിയ സാമ്പത്തികമില്ലാത്ത കുടുംബത്തിലെ കുട്ടികൾ, അതും പെൺകുട്ടികൾ, അവരുടെ വീഡിയോസുകളാണ് ഇങ്ങനെ പോകുന്നതെന്ന്. ഇത് എന്നതേലുമൊക്കെ വന്ന് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നാളെ ഒരു ഭാവിയുള്ളതാണോ, ഒരു കുടുംബജീവിതമുള്ളതാണോ? ഇത് ചിലർക്ക് ഇതുപോലുള്ള നാണക്കേടുകൾ വന്നു കഴിയുമ്പോഴത്തേക്കാണ് ഓരോ ബുദ്ധിമോശങ്ങൾ കാണിച്ച് എന്നതേലൊക്കെ ചെയ്തു വെക്കുന്നത്. അതും ഒരു ദിവസത്തെ ഒരു വാർത്തയായിട്ട് മാറി പോകത്തേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. പുറത്തൊരു വീട്ടിൽ എന്നാ സംഭവിച്ചാലും നമ്മളത് 2 ദിവസം 3 ദിവസം പറഞ്ഞ് നമുക്ക് ചർച്ചയായി മാറിപ്പോയി. പിന്നെ ഇവരെ കാണുമ്പോൾ ചിലപ്പോൾ പറയും, ഓ അത് ഇന്നതാണ് സംഭവം എന്നൊരു വാക്ക് നമ്മൾ പറയും. പക്ഷേങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവരിനി എന്നെ നോക്കുന്നത് ഇതുകൊണ്ടാണോ, ഇവരുടെ മനസ്സിൽ ഈ സംഭവം അറിയാവുന്നതുകൊണ്ടാണ് ഇവരെന്നെ നോക്കി ഒന്ന് ചിരിച്ചത്. ചിലപ്പോൾ അവർ തമ്മിൽ നിന്ന് വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്ന മാറി നിൽക്കുന്നവർ. അവരതിന് ചിന്തിക്കാൻ കഴിഞ്ഞ ആ സംഭവമാണോ ഇവരിനി ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്ന് ചിന്തിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് ആ കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ മേലാത്തത് കൊണ്ടാണ് പലതും തെളിവ് സഹിതം പറയാതിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പെൺപിള്ളേർക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കാണിച്ച പെൺകുട്ടികളുണ്ട്. എന്നിട്ടത് ലീക്കായി പുറത്ത് പോയിട്ട് ആ ആളെ കാണുമ്പോൾ പറയുന്നത് നമ്മുടെ ചെവിക്ക് തന്നെ കേട്ടിട്ടുണ്ട്. വേണ്ട ആ പോകുന്നത് ഏതാണെന്നറിയാം, മറ്റേ അതിനകത്തെ പെണ്ണാണ്, ആ പെണ്ണാണ് എൻ്റെ പോകുന്നത്, ഇവളൊക്കെ പിന്നെ ഇവർ നിന്ന് ചർച്ച ചെയ്യുന്ന വാക്കുകൾ വേറെയാണ്. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ അന്ധമായിട്ട് ഇവരെ അങ്ങ് സ്നേഹിച്ചിട്ട് ഇവർ കാണിക്കുന്ന തെറ്റും അത് ശരിയാണെന്നും പറഞ്ഞാണ് നിങ്ങൾ മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നത്. മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നതാണ്. ഷെബീന ബീബിയുടെ ചാനൽ അവർ ശരിക്കും ചീത്ത പറയാറുണ്ട്. അവരെ പറയുമ്പോഴാണ് അവർ ചീത്തയായിട്ട് പറയുന്നത്. അല്ലാതെ ഒരിക്കലും അവർ ചുമ്മാ നിൽക്കുന്ന ഒരാളെ കയറി അവർ ചീത്ത വിളിക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നവർ അവരെ എന്നതെല്ലാമാണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ പറയുന്നത്. എന്നിട്ട് പറയുന്നതാണ് രേണുവിനെ വിറ്റ് ജീവിക്കുന്നു. ഈ റിയാക്ഷൻ മീഡിയക്കാരെ നിങ്ങൾ വിറ്റ് ജീവിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു നിങ്ങൾ റിയാക്ഷൻ മീഡിയക്കാരെയും രേണുവിനെ കൂടെ ഒന്നിച്ചാണ് വിറ്റ് തിന്നുന്നത്. എന്നിട്ട് ഇവരുടെയൊക്കെ വിചാരം പറച്ചിലും കേട്ടാൽ നമ്മളൊക്കെ എന്നേലും പറയുമ്പോൾ ഓ ഭയങ്കര വിവരമുള്ളവർ വന്നിരിക്കുന്നു എന്നൊരു മൈൻഡാണ് നിങ്ങൾ പറയുന്നത്. അതേസമയം നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്ന നല്ല കാര്യവും നന്മ മരങ്ങളും നിങ്ങൾക്ക് ഭയങ്കര വിവര കൂടുതലും ഇതാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതും എടുത്തടിച്ച മാതിരി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ കിട്ടുന്നുണ്ട് ഇല്ലേ. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് അന്നേരം നിങ്ങളെ ആരും പിന്നെ കാണത്തില്ലെന്നുള്ളതാണ്. നിങ്ങൾ ആരും പിന്നെ അന്നേരം നിങ്ങൾ ഒന്നിച്ച് പറയുന്നൊരു കാര്യമാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ രേണുവിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. രേണുവിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പുറത്തോട്ട് വരുന്നുള്ളൂ. അല്ലാതെ അവർ മാന്യമായിട്ട് അഭിനയിക്കുന്നൊരു ആൽബം നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയാമോ? അവർ നല്ലൊരു കഥയോടുകൂടി അഭിനയിക്കുന്ന ഒരു ആൽബം, അവർ നല്ല ഡ്രസ്സ് ഇട്ട് അഭിനയിക്കുന്ന ഒരു ആൽബം നിങ്ങൾക്ക് പറയാമോ ഏതെങ്കിലും ഒന്ന്? എന്നിട്ട് നിങ്ങൾ പറയുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തത്. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ മോശക്കാരാക്കി നിങ്ങൾ അത് ചിത്രീകരിക്കും. നിങ്ങൾ എന്നാ ചിത്രീകരിച്ചാലും കുഴപ്പമില്ല. ഇത് ഇവർ നിർത്തുന്നിടത്തോളം കാലം ഈ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ഇവർ എന്നെ കാണിച്ചാലും അതെല്ലാം എടുത്ത് വന്ന് പറയുക തന്നെ ചെയ്യും. അതിന് ഇനിയിപ്പോൾ എന്നെ നിങ്ങൾ ചീത്ത വിളിച്ചാലും അല്ലെങ്കിൽ നീ എന്നാൽ പോയി ഇനി അങ്ങനെ കാണിക്കടി എന്ന് പറഞ്ഞാലും നിനക്ക് നിങ്ങൾ എന്നെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ അത് മൈൻഡ് കൊടുക്കാനേ പോകുന്നില്ല. കാര്യം നിങ്ങൾ കാണിക്കുന്ന പോലെ സമൂഹത്തിലേക്ക് ഒരു മോശം കാര്യങ്ങളല്ല ജനിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ല.
നമുക്ക് വേറെ ആൾ പറയുന്ന ഒരു കാര്യം കൂടെ കേൾക്കാവേ. ഈ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇതിപ്പം നിങ്ങൾ പറയും സ്ത്രീകൾ പറയുന്നു, കുലസ്ത്രീകളെന്ന് പറയും. അപ്പോൾ ഈ പുരുഷന്മാർ പറയുന്നതിന് നിങ്ങൾ എന്നാന്ന് പറയും? ഓരോ കാര്യങ്ങൾ കാണുമ്പം അതിലെ ശരിയും തെറ്റും ശരിക്കും മനസ്സിലാക്കാവുന്ന ആണുങ്ങൾ നല്ലപോലെ റിയാക്ട് ചെയ്യുന്നുണ്ട്. 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം ശരീരം വരെ തുറന്നു കാണിക്കാൻ റെഡി ആയിട്ടുള്ള കുറച്ചധികം ക്രിയേറ്റേഴ്സിനെതിരെയാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ പറയാതിരിക്കാൻ നിവർത്തിയിൽ. ഇൻസ്റ്റാഗ്രാം ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത് കഴിവുള്ള ക്രിയേറ്റേഴ്സ് അവരുടെ കഴിവ് പുറത്തെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നിങ്ങളുടെ അറ്റവും മൂലവും കാണിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. കുറച്ച് പൈസ ഉണ്ടാക്കാൻ ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മുടെ താരകല്യാണിൻ്റെ മോള് അവർ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പെയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് ഡാൻസ് പഠിക്കാം. അവർ പറയുന്നുണ്ട് നിങ്ങൾ സിനിമാറ്റിക് ഡാൻസോ അല്ലെങ്കിൽ ക്ലാസിക്കലോ എന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് പറയാം. അത് പെയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്തൂടെ അവർ അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഹാനയുടെയൊക്കെ നേരത്തെ ഉള്ളതൊക്കെ അവർ ഓരോ യാത്രയും കാര്യങ്ങളും ഒക്കെയാണ് അവർ ഇട്ടുകൊണ്ടിരുന്നത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒരു സബ്സ്ക്രിപ്ഷൻ ചാനലും മാത്രം മതി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മെസ്സേജ്. എന്റെ വീഡിയോ മാത്രം 9% ആൾക്കാരാണ് 17 വയസ്സിൽ താഴെയുള്ളവർ കാണുന്നത്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ എത്ര ആൾക്കാർ 17 വയസ്സിൽ താഴെ ഉണ്ടാവും? സോ അവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? പൈസ ഉണ്ടെങ്കിൽ ശരീരം വരെ കിട്ടും എന്നുള്ള തരത്തിലുള്ള മെസ്സേജാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ ഈ കാണിച്ചു കൊടുക്കുന്ന പ്രവൃത്തി കൊണ്ട് ഓരോ മനുഷ്യരുടെ മനസ്സിലും ചെന്ന് കയറുന്നത് പൈസ ഉണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും കാണാമെന്നുള്ള ചിന്തയാണ്. നിങ്ങൾ കാണിക്കുന്ന പേക്കൂത്ത് കാരണം ഒരു സമൂഹമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാൻ കുറച്ച് ആൾക്കാരും കാണിക്കാൻ കഴപ്പമുണ്ടെങ്കിൽ ഉണ്ടാവേണ്ടതല്ല പൈസ. പൈസയ്ക്ക് വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്നതിനേക്കാൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ്. ഫാഷന്റെ പുറത്തും കൾച്ചറിന്റെ പുറത്തും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാം. ഇത്തരം ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരടുത്താണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സുമാണ് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ നമ്മുടെ മക്കളും പരമ്പരയും സുരക്ഷിതരായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ കാശ് കൊടുത്ത് വളർത്തുന്ന ഇത്തരം തീട്ടങ്ങളെയൊക്കെ വലിച്ചെറിയ തന്നെ വേണം. നിങ്ങളുടെ പേക്കൂത്തുകൾ കാരണം സമൂഹത്തിന്റെ മനസ്സിൽ ഇത്തരം ചിന്താഗതികൾ ഉണ്ടാക്കുന്നത് കൊണ്ട് മര്യാദയ്ക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങൾ കേരളത്തെ കൊണ്ടെത്തിക്കുന്നത്. ലോകത്തെങ്ങും കേരളത്തിനൊരു വിലയുണ്ട്. അത് ശരീരം വിറ്റ് ജീവിച്ചുണ്ടാക്കിയെടുത്ത വിലയല്ല. ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പലതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കുക, നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെയാണ്. നിങ്ങളിത് കേൾക്കുന്നവരൊന്ന് ഒന്ന് മനസ്സിരുത്തി സ്വസ്ഥമായിട്ട് ഒന്ന് കേൾക്കുക. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നമുക്കൊരു സംസ്കാരമുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും മലയാളി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയാണ്. കാര്യം അവർക്കൊരു സംസ്കാരമുണ്ട്, അവരുടെ ലൈഫിനൊരു പ്രത്യേകതയുണ്ട്. പക്ഷെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞ് ശരിയാണ്. ഇങ്ങനെയൊന്നും കാണിക്കാതെ പുറത്തോട്ട് ഇറങ്ങുന്ന പെൺകുട്ടികൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഇത് കാണിച്ചു വെക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ ഒത്തിരി പെൺകുട്ടികളുണ്ട്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ സാധാരണ കുടുംബത്തിന് തന്നെ രേണുസുതിയുടെ ഡൂപ്പാന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എന്നതൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നത്. രേണു എന്ന് വെച്ചാൽ ജീവന ആരാധിച്ചോട്ടെ, കുഴപ്പമില്ല. ആ ചില വീഡിയോസൊക്കെ കിടന്ന് കാണിക്കുന്ന കാണണം. നമ്മൾ നോ ഇൻട്രസ്റ്റ് കൊടുത്ത് വിട്ടാലും ഉണ്ടല്ലോ, വീണ്ടും വരും നമുക്ക് വേറെ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്തോടെ കയറി രേണുസുതിയുടെ ഡൂപ്പ് കാണിക്കുന്നത് കണ്ടോന്നും പറഞ്ഞുകൊണ്ട്. ഇതുകൊണ്ടാണ് പറയുന്നത് ഇവരൊക്കെ ഈ സെലിബ്രിറ്റികളായിട്ടുള്ളവരെ. അതേസമയം ഈ റിയ എന്ന് പറഞ്ഞ പെണ്ണ് രേണുവിനെ പോലെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. രേണുവിൻ്റെ യാതൊരു ഷേപ്പും എനിക്ക് തോന്നിയിട്ടില്ല. വണ്ണമില്ല, ഓക്കെ, അത് സമ്മതിച്ചു. രേണുവിന് വണ്ണമില്ല. പക്ഷേ രേണുവിൻ്റെ യാതൊരു ഷേപ്പും ഉള്ളിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ രണ്ട് മുഖമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് രേണു ആണെന്നും പണ്ട് രേണുവിനോട് ആരാധന മൂത്ത് കാണിക്കുന്ന പരിപാടി എന്നും പണ്ട് ഇങ്ങനെയുള്ള കോലങ്ങൾ കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് സ്ത്രീകളെ അങ്ങനെ പറയില്ല, ഇങ്ങനെ പറയില്ല, മറ്റത് പറയില്ല, മറിച്ചത് പറയുന്നത്. സ്ത്രീകൾ മാന്യമായിട്ട് നടന്നാലല്ലേ സ്ത്രീകളെ ഒന്നും പറയാതിരിക്കാൻ പറ്റുള്ളൂ. എന്നാണെങ്കിൽ ഇന്നൊരു വീഡിയോ ഇങ്ങനെ കണ്ടല്ലോ, ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്ക്. കാര്യം നമ്മളിടുന്ന വീഡിയോയ്ക്ക് പലരും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടം കൊണ്ടാണ്, അല്ലെങ്കിൽ നിനക്കൊണ്ടോ അവളെപ്പോലെ കഴിവ്, സ്റ്റേജിൽ നിന്ന് പാട്ട് പാടാൻ കഴിവുണ്ടോ, സ്റ്റേജിൽ നിന്ന് ഡാൻസ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ പറയും, നീ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ഇരിക്കുവാണോ ഞങ്ങളെന്ന് ചില ആൾക്കാരൊക്കെ സംസാരിക്കും. പക്ഷെങ്കിൽ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വസീകര എന്നുള്ള പാട്ട് പാടുന്നത് ആ പാട്ടിൻ്റെ ഒറിജിനൽ കേട്ടേച്ച് ആ പാട്ടൊന്ന് കേട്ട് നോക്കുക. എന്നതെങ്കിലും നമുക്കൊരു ഇഷ്ടം തോന്നും. അത് ആ പാട്ടിനകത്ത് ഒരുപാട് തെറ്റുകളോട് കൂടിയാണ് പറയുന്നത്. പറഞ്ഞിട്ട് ഞാൻ വലിയ പാട്ടുകാരിയോ ഒന്നുമല്ല, പക്ഷേ ഞാൻ നല്ലപോലെ ഏത് പാട്ട് കേട്ടാലും ഞാൻ നല്ലപോലെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കുന്നത്. നമ്മൾ ആ ഒരു പാട്ടിൻ്റെ ഒറിജിനൽ ഇതുപോലും മറന്നുപോയി ഇവർ ഈ വസീകര കേട്ട് നിങ്ങൾ ശരിക്കും ഒന്ന് കേട്ട് വെക്കും. നമ്മൾ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ട് വരണം. നല്ലപോലെ കഴിവുള്ള ആൾക്കാർ ഒത്തിരി പേര് തന്നെ ഈ FB-യിലൊക്കെ പാട്ട് പാടുന്നുണ്ട്. ബിനു ആൻ്റണി എന്ന് പറഞ്ഞത് ചെങ്ങന്നൂരുള്ളൊരു പയ്യനാണ്. എങ്ങനെ പാടുന്നുണ്ട്, നല്ല ഭംഗിയാണ്, യാതൊരു വീവും ഇല്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് വരുന്ന കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ബിജു കുമ്പിള അങ്ങനെ പറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും പാടുന്നുണ്ട്. അവർ നേരത്തെയും മുതലുള്ളതാണ് ഫേസ്ബുക്കിലൂടെ. എന്നാ രസമാണ് കേൾക്കാനായിട്ട്. അതൊക്കെയാണ് പാട്ടെന്ന് പറയുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം നമുക്ക് പാടാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാടാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് പാടാം. എനിക്ക് പാടാൻ വലിയ കഴിവില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊരു പാട്ട് കേട്ടാൽ എനിക്ക് വേണേൽ പാടാം. പക്ഷേ അതൊക്കെ വെച്ച് മറ്റുള്ളവരെ കമ്പയർ ചെയ്യരുത്. നിനക്ക് അവൾ പാടുന്ന പോലെ പാടാൻ മേലാത്തോണ്ടാണ്. നിനക്ക് അവൾ കാണിക്കുന്നത് എൻ്റെ പൊന്നോ കാണിക്കേണ്ട. അവൾ പാടുന്ന പോലെയും കാണിക്കേണ്ട, അവൾ ആടുന്ന പോലെയും കാണിക്കേണ്ട. യാതൊരു ആഗ്രഹവും ഇല്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത് എന്നതാണെന്നുള്ളത് കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്കും ആഗ്രഹമില്ല അങ്ങനെയൊന്നും കാണിക്കണമെന്നുള്ളത്. നിങ്ങൾ കാണിച്ചോ, അപ്പോൾ ഒരു പരാതിയില്ല. എന്നാണേലും ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ ഒരു
കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന്. കാര്യം രേണുവിൻ്റെ ചുണ്ടുകടിയും കിടപ്പും വയറ് കാണിക്കലും ഒക്കെ വന്നപ്പോഴത്തേക്ക് കുറേ പേര് വന്നേച്ച് കുറേ സപ്പോർട്ട് പറയുന്നത് കേട്ട്. അത് എന്നേലും കാണിക്കട്ടെ, നിങ്ങൾക്ക് എന്നാ പ്രശ്നമൊന്നും അങ്ങനെ പറയരുത്. അവരെന്നേലും കാണിച്ചോട്ടെ, അവരുടെ വീടിനുള്ളിൽ വീട്ടുകാർക്ക് കാണുന്നത്. പബ്ലിക്കായിട്ട് എന്നാ കാണിച്ചാലും നമുക്കാർക്കും അതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഞാനിടുന്ന വീഡിയോയ്ക്ക് അപ്പോൾ നിങ്ങൾ എന്നതിനാണ് കമൻറ്റ് ഇടുന്നത്? ഞാൻ എന്നേലും കാണിച്ചോട്ടെ നിങ്ങൾക്ക് വിചാരിച്ചാൽ പോരെ. നിങ്ങൾക്കത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് കമൻറ്റ് ഇടും. നിങ്ങൾ നിങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് കമൻറ്റ് ഇടുന്ന എന്നതിനാണ്? അത് നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞാൻ വീഡിയോ ഇട്ടാൽ അതിന് കമൻറ്റ് ഇടാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വന്ന് അങ്ങനെ പ്രതികരിക്കുന്നത്. ഞാൻ എന്നിട്ട് പറയും നിങ്ങളത് പ്രതികരിക്കില്ല, എനിക്ക് നിങ്ങൾ കമൻറ്റ് ഇടല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ഈ വീഡിയോ പബ്ലിക് ആക്കല്ലേ. അതുകൊണ്ട് കമൻറ്റ് ഇടുന്നൊരു നിമിഷം ചിന്തിക്കുക. അതിനെ വെറുതെ വിട്ടേര്, അതിനെ ചെയ്ത് ഒന്നും ചെയ്യണമെന്ന് പറയുന്നവർ പറ, അതിനോട് പറ വീട്ടിൽ തന്നെത്താൻ ഇരുന്നതൊക്കെ കാണാൻ പറ, വേറെ ആർക്ക് ശല്യം ഉണ്ടാകാതിരിക്കാൻ പറ. എന്നാണേലും മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബും കൂടി ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.